ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴിതാ ഇന്ത്യയൊട്ടാകെ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വളരെ ശക്തമായ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുത്തിരിക്കുകയാണ്. അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ദളപതി വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഈ സമയത്ത് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്, അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നീറ്റ് പരീക്ഷ പൂർണ്ണമായും നിർത്തലാക്കണം. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ പ്രവേശനം നടത്താൻ അനുവാദം നൽകണം എന്ന് വിജയ് കേന്ദ്ര സർക്കാരിനോട് വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഡൽഹിയിൽ വിദ്യാർത്ഥി സംഘടനകളും യുവജന പാർട്ടിയായ CJPയും പ്രതിപക്ഷ നേതാക്കളും നടത്തുന്ന നീറ്റ് വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് വിജയ് തൻ്റെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സി ജോസഫ് വിജയ് നീറ്റ് പരീക്ഷയെ ഇത്ര ശക്തമായി എതിർക്കുന്നത്? വിദ്യാഭ്യാസം കേന്ദ്രത്തിൻ്റെ കൺട്രോളിൽ നിന്ന് മാറി പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ കൈകളിലേക്ക് വരണമെന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? തമിഴ്നാട് സർക്കാർ ഇതിനായി അടുത്തതായി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കുന്നത്? വിജയ് CJP പാർട്ടിയെ അനുകൂലിക്കുന്നുണ്ടോ? വീഡിയോ മുഴുവനായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് വിജയ് നീറ്റ് പരീക്ഷ വേണ്ട എന്ന് പറയുന്നത്? ഇതിന് പിന്നിൽ വളരെ കൃത്യമായ ചില കാരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിജയ് പറയുന്നത്, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വലിയ തുക കൊടുത്ത് നീറ്റ് കോച്ചിങ് സെൻ്ററുകളിൽ പോകാൻ കഴിയില്ല എന്നാണ്. വർഷങ്ങളോളം സ്കൂളിലിരുന്ന് കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് +2വിന് മികച്ച മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ ഭാവി വെറുമൊരു 3 മണിക്കൂർ എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിശ്ചയിക്കുന്നത് നീതിയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 1 നേഷൻ 1 സിലബസ് 1 എക്സാം എന്ന പോളിസി വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തത്വത്തിന് തന്നെ എതിരാണെന്നാണ് വിജയുടെ നിലപാട്. ഇന്ത്യ പോലെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് ഓരോ സംസ്ഥാനത്തെയും കുട്ടികൾ പഠിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന കുട്ടികളോട് പെട്ടെന്ന് NCERT സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ എഴുതാൻ പറയുന്നത് അവരോട് കാണിക്കുന്ന ക്രൂരതയാണ്. വൈവിധ്യമാണ് നമ്മുടെ കരുത്ത്, അല്ലാതെ ഏകീകരണം അല്ല എന്ന് വിജയ് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത കാലത്തായി നീറ്റ് പരീക്ഷയെക്കുറിച്ച് വന്ന ചോദ്യപേപ്പർ ചോർച്ച, ഗ്രേസ് മാർക്ക് വിവാദങ്ങൾ എന്നിവയെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ഈ പരീക്ഷാ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് വിജയ് പറയുന്നത്. അതുകൊണ്ട് ഈ സിസ്റ്റം പരിഷ്കരിക്കുകയല്ല, മറിച്ച് പൂർണ്ണമായും നിർത്തലാക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരാം. ഹയർ സ്റ്റഡീസിൻ്റെ കൺട്രോൾ കേന്ദ്രത്തിൻ്റെ കൈകളിൽ ആകരുത്, അത് സംസ്ഥാനങ്ങളുടെ കൈകളിൽ വരണം എന്ന് വിജയ് വളരെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതിനു പിന്നിലെ ഭരണഘടനാപരമായ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിദ്യാഭ്യാസം ഇപ്പോൾ ഉള്ളത് കൺകറൻ്റ് ലിസ്റ്റിൽ അഥവാ സമവർത്തി പട്ടികയിലാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇതിൽ നിയമം ഉണ്ടാക്കാം. എന്നാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുണ്ടായാൽ കേന്ദ്രത്തിൻ്റെ നിയമമേ നടപ്പിലാകൂ. 1975 മുൻപ് വിദ്യാഭ്യാസം പൂർണ്ണമായും സംസ്ഥാന ലിസ്റ്റിൽ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്താണ് ഇത് കൺകറൻ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. വിജയ് ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസം വീണ്ടും സംസ്ഥാന ലിസ്റ്റിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണം എന്നാണ്. എങ്കിൽ മാത്രമേ ഓരോ സംസ്ഥാനത്തിനും അവരുടെ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സിലബസിനനുസരിച്ച് മെഡിക്കൽ പ്രവേശനവും മറ്റ് ഉന്നത വിദ്യാഭ്യാസ രീതികളും തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കൂ. ഇനി ഇതിന് എന്തെങ്കിലും നിയമപരമായോ ഭരണഘടനാപരമായോ തടസ്സങ്ങളുണ്ടെങ്കിൽ വിജയ് ഒരു താൽക്കാലിക പോംവഴി കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഭരണഘടന ഭേദഗതി ചെയ്ത് ഒരു പ്രത്യേക സമവർത്തി പട്ടിക ഉണ്ടാക്കുക, അതിലേക്ക് വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും മാറ്റുക. അങ്ങനെ ചെയ്താൽ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അധികാരവും സ്വാതന്ത്ര്യവും ലഭിക്കും. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, വിജയ് ഈ CJP പാർട്ടിയെ അനുകൂലിക്കുന്നുണ്ടോ എന്ന്. വിഷയം വളരെ ലളിതമാണ്. ഡൽഹിയിൽ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾക്കെതിരെയും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയും ഏറ്റവും ശക്തമായി തെരുവിൽ സമരം ചെയ്യുന്നത് വിദ്യാർത്ഥി സംഘടനകളും ഈ CJP പോലെയുള്ള യുവജന കൂട്ടായ്മകളുമാണ്. പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരായുള്ള പോലീസ് അതിക്രമങ്ങൾ നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ഇവർ വലിയ പ്രതിഷേധങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി വിജയ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും CJPയുടെയും ആവശ്യങ്ങളെയും അവരുടെ സമരങ്ങളെയും പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമാധാനപരമായി സമരം ചെയ്ത
പ്രതിപക്ഷ നേതാക്കളെയും വിദ്യാർത്ഥി നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ വിജയ് അതിനെ ജനാധിപത്യ വിരുദ്ധം എന്ന് വിളിച്ച് ശക്തമായി അപലപിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ആശങ്കകൾ കേന്ദ്ര സർക്കാർ മാനിക്കണമെന്നാണ് വിജയുടെ പക്ഷം. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളോടുള്ള ഒരു ഐക്യദാർഢ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് തമിഴ്നാട് ഇതിൽ അടുത്തതായി എന്തൊക്കെ നടപടികളാണ് എടുക്കുന്നത് എന്നാണ്. തമിഴ്നാട് നിയമസഭ നേരത്തെ തന്നെ നീറ്റ് പരീക്ഷയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഈ പ്രമേയത്തെ മുഖ്യമന്ത്രി വിജയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തമിഴ്നാട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത പ്രധാന സ്റ്റെപ്പുകൾ ഇവയൊക്കെയാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും വികാരം ഉൾക്കൊണ്ട് നീറ്റ് പരീക്ഷ പൂർണ്ണമായി നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുക. മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിയമപരമായ അനുമതി വാങ്ങുക. നീറ്റ് പരീക്ഷ കാരണം ബുദ്ധിമുട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളെയും ഒപ്പം കൂട്ടി വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റാൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതിക്കായി ദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക. ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ നിയമപരമായും രാഷ്ട്രീയമായുമുള്ള എല്ലാ വഴികളും നോക്കുമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി വിജയ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന നീറ്റ് രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ ചിത്രം. വെറുമൊരു നടൻ എന്നതിലുപരി ജനങ്ങളുടെയും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ വലിയൊരു മാറ്റത്തിന് വഴി തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഉറപ്പാണ്, വരും ദിവസങ്ങളിൽ ഈ വിഷയം ഇന്ത്യയൊട്ടാകെ ഇനിയും വലിയ ചർച്ചകൾക്ക് കാരണമാകും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ തന്നെ വേണോ, അതോ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ തന്നെയാണോ ഇത് തീരുമാനിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിട്ടില്ലൻ വീഡിയോയുമായി വീണ്ടും കാണാം.